ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. മോഹൻലാൽ നായകനെ എത്തുന്ന ദൃശ്യം 3യുടെ ടീസർ സെൻസറിങ് പൂർത്തിയായിരിക്കുകയാണ്. 1 മിനിറ്റ് 44 സെക്കൻഡുമാണ് ഈ ഒരു ടീസറിൻ്റെ ഡ്യൂറേഷനായി വന്നിരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്ന ഈ ഒരു ടീസർ വരുന്ന ദിവസങ്ങളിൽ ജനങ്ങൾക്കായി നൽകും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. വലിയ താമസമില്ലാതെ തന്നെ ഇത് ഉടൻ തന്നെ റിലീസ് ചെയ്യുന്നതാണ്. എന്നാലും ഏപ്രിൽ 2-ന് ജോർജ് കുട്ടി തിരിച്ചെത്തുകയാണ്. 3-ാം വട്ടത്തെ ഈ ഒരു വരവിൽ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, മലയാള സിനിമയെ പുതിയ റെക്കോർഡുകളിലേക്ക് ഈ സിനിമ എത്തിക്കും എന്നുള്ളത്. കാരണം മലയാള സിനിമയിൽ തുടർച്ചയായി ഇൻഡസ്ട്രി ഹിറ്റുകൾ പിറക്കുന്ന ഈ ഒരു കാലത്ത് അടുത്ത ഇൻഡസ്ട്രി ഹിറ്റായിരിക്കും ദൃശ്യം 3 എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. റെക്കോർഡ് തുകയ്ക്ക് OTT വിറ്റുപോയി എന്നുള്ളതാണ് സിനിമയുടെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ്. 85 കോടിയോളമാണ് OTT മാത്രമായിട്ടുള്ള സിനിമയുടെ ഡീല് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ യുദ്ധമാണ് എല്ലാ സിനിമകൾക്കും അല്ലെങ്കിൽ എല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ റിലീസിനെ ചൊല്ലിയും അങ്ങനെ ഒരു കാര്യം നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഈ ഒരു സിനിമയുടെ റിലീസിനെ കുറിച്ചുള്ള ചർച്ചകളിൽ 2-ാം തീയതി തന്നെ, ഏപ്രിൽ 2-ന് തന്നെ എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയാണ് മലയാള സിനിമയ്ക്ക് വലിയ രീതി, ഒരുപക്ഷെ മലയാള സിനിമ മേഖലയിൽ കേരളത്തിൽ നിന്ന് കിട്ടുന്ന കളക്ഷനേക്കാൾ കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലമെന്ന് നമുക്കറിയാം. ഇവിടെ ആ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന ഒരു ഇടിവ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ ഒരു റിലീസ് ചിലപ്പോൾ നീട്ടിവെക്കാം. ഒരുപക്ഷെ യുദ്ധം അതിനു മുൻപ് തീരുകയാണെങ്കിൽ തീർച്ചയായും ഈ സിനിമകൾക്ക് മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നല്ലതാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം എണ്ണയുടെ വിലയും കാര്യമെല്ലാം കുതിച്ചുയരുന്നു. അതുകൊണ്ട് തന്നെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഇവിടെ വരെ നമുക്കുമൊക്കെ ഉണ്ടാകുന്നു. ലോകമെമ്പാടും അതൊരു വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കട്ടെ എന്ന് പറയുന്നു. ഇതിനിടയിൽ നമുക്ക് ദൃശ്യത്തിൻ്റെ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായിരിക്കും ദൃശ്യം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം അത്രത്തോളം ഫാൻ ബേസാണ് ദൃശ്യത്തിന് ഉള്ളത്. ഇവിടെ നമുക്ക് എടുത്തു പറയാവുന്ന കാര്യം, ഈ ഒരു സിനിമ ഒരു പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്, ഇപ്പോൾ തന്നെ ബിസിനസ് അടക്കം സിനിമയ്ക്ക് 100 കോടി കടന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ആദ്യ ദിനം തന്നെ ഒരു പക്ഷേ ഈ സിനിമ 200 കോടി നേടിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഒരു ഹെവി പോസിറ്റീവ് അടിക്കുകയാണെങ്കിൽ തീർച്ചയായും 500 കോടിയോ അതിനു മുകളിലേക്കോ സിനിമ എത്താനുള്ള എല്ലാ ചാൻസുകളും നമുക്ക് കാണാനും കഴിയുന്നു. എന്തായാലും ജോർജ് കുട്ടിയും കുടുംബവും തിരിച്ചെത്തുമ്പോൾ അത് സ്വന്തം കുടുംബമായി ഏറ്റെടുക്കുന്ന മലയാളികളെയും ലോകമെമ്പാടുമുള്ള ഈ ഒരു സിനിമയുടെ പ്രേക്ഷകരെയും നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും ടീസർ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. സെൻസറിങ് കഴിഞ്ഞ് ഒരു പക്ഷേ ഈ വരുന്ന 15-ഓ 16-ഓ തീയതി ആയിരിക്കാം റിലീസാകാൻ പോകുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? കമൻറ്റ്സിലൂടെ എന്ന് പറയാം. ഗ്രേ മീഡിയാസ്.